ദൈവകരുണയുടെ തിരുനാൾ, തിരുനാളുകളുടെ തിരുനാൾ എന്ന് വിശേഷിക്കപ്പെടുന്ന കരുണയുടെ തിരുനാൾ. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായറാഴ്ചയാണ് തിരുസഭ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. ദുഃഖ വെള്ളിയാഴ്ച നൊവേനോടുകൂടി ആരംഭിക്കുന്ന ഈ തിരുനാളിന് സഭ പൂർണ്ണദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കരുണയുടെ തിരുനാളിൽ കുമ്പസരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വഴി നമ്മുടെ സകല പാപങ്ങളും അതിൻ്റെ ശിക്ഷയിൽ നിന്നും നമുക്ക് ഇളവ് ലഭിക്കുന്നു. അതായത് മാമോദിസ വഴി നമുക്ക് ലഭിച്ച അതേ വരപ്രസാദ അവസ്ഥയും വിശുദ്ധിയും നമുക്ക് തിരികെ കിട്ടുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഫൗസ്റ്റീനയെ വിശുദ്ധിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഈ ഞായറാഴ്ചയെ ദൈവകരുണയുടെ ഞായറാഴ്ച എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ദൈവകരുണയുടെ ചിത്രം, അതിൻ്റെ പിന്നിലെ കഥ നിങ്ങൾക്കറിയാമോ? വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഒരു ദർശനത്തിൽ യേശുവിനെ കണ്ടതുപോലെ ഒരു ചിത്രം വരയ്ക്കാൻ നിർദ്ദേശം ലഭിച്ചു. ഈ ചിത്രം യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ചുവപ്പും വിളറിയതുമായ കിരണങ്ങൾ പുറപ്പെടുന്നതായി ചിത്രീകരിക്കുന്നു. ചുവന്ന കിരണം ആത്മാക്കളുടെ ജീവനായ ക്രിസ്തുവിന്റെ രക്തത്തെയും, വിളറിയ കിരണം സ്നാനത്തിലൂടെയും അനുതാപത്തിലൂടെയും ആത്മാക്കളെ നീതീകരിക്കുന്ന വെള്ളത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഈ ചിത്രത്തിൽ പലപ്പോഴും യേശുവെ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു എന്നുള്ള വാക്കുകൾ ഉൾക്കൊള്ളുന്നു. ദൈവകരുണയുടെ തിരുനാൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ തിരുനാളിനോടനുബന്ധിച്ച് വൈദികൻ മുൻകൂട്ടി ഇടവ സമൂഹത്തെ അറിയിക്കുകയും ദുഃഖവെള്ളി മുതൽ 9 ദിവസത്തേക്ക് കരുണയുടെ നൊവേനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് ദേവാലയത്തിൽ കരുണയുടെ ചിത്രം ആഘോഷമായി വെഞ്ചരിക്കുകയും അന്നേ ദിവസം വൈദികൻ ദൈവകരുണയെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യണം. തിരുനാളിന് ഒരുക്കമായി ദൈവജനം കുമ്പസരിച്ചൊരുങ്ങി യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അന്നേ ദിവസം പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്കായി നാം പ്രാർത്ഥിക്കണം. തിരുനാൾ ദിനത്തിലും തുടർന്ന് കർത്താവിൻ്റെ കരുണയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കാര്യപ്രവർത്തികൾ ചെയ്യണം. ചുരുക്കത്തിൽ ദൈവകരുണ എന്നത് മനുഷ്യരാശിയോടുള്ള, പ്രത്യേകിച്ച് ഏറ്റവും ആവശ്യമുള്ളവരോടുള്ള ദൈവത്തിൻ്റെ ആഴമേറിയത് സജീവമായ സ്നേഹത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോയുടെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.